മക്കളെ, അപ്പൊ നമ്മുടെ മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. അപ്പൊ ടൈം ടേബിൾ ആ ചേഞ്ച് എന്താ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ള മോഡൽ എക്സാം ടൈം ടേബിൾ. അപ്പം നമുക്കറിയാം 16-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ 16 നമ്മുടെ സബ്ജക്ട് ഒന്നും ഇല്ല അല്ലെ, നമുക്ക് 17 അത് അതുപോലെ തന്നെ ഉണ്ട് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. തൊട്ടടുത്ത ദിവസം 18 നമുക്കറിയാം അക്കൗണ്ടൻസി ആയിരുന്നു, അതിലും ഒരു മാറ്റവും ഇല്ല, അക്കൗണ്ടൻസി തന്നെയാണ്. 19 നമുക്കറിയാം 19 നമ്മൾ മാത്സും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ആയിരുന്നു ഉണ്ടായിരുന്നത് നിങ്ങൾക്ക്. അതിലും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, അതങ്ങനെ തന്നെ ഉണ്ട്. പക്ഷേ 20-ാം തീയതി നമുക്കറിയാം നമുക്ക് മുൻപുണ്ടായിരുന്നത് സെക്കൻഡ് ലാംഗ്വേജും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ബിസിനസ് സ്റ്റഡീസും ആയിരുന്നു. ഫോർനൂൺ നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജും ആഫ്റ്റർനൂൺ ബിസിനസ് സ്റ്റഡീസും ആയിരുന്നു. എന്നാൽ അതിലൊരു മാറ്റമുണ്ട്. 20-ാം തീയതി ഫോർനൂൺ രാവിലെ ഉണ്ടായിരുന്ന നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് എടുത്തിട്ട് 24-ലേക്ക് മാറ്റിയിട്ടുണ്ട്. 20-ന് ആഫ്റ്റർനൂൺ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റഡീസ് തന്നെയാണുള്ളത്. ഓക്കെ, നിങ്ങൾക്കറിയാം 21-നായിരുന്നു നമുക്ക് അടുത്ത എക്സാം ഉണ്ടായിരുന്നത് എക്കണോമിക്സ്. എന്നാൽ അത് മാറ്റി 23-ലേക്ക് ആക്കിയിട്ടുണ്ട്. ഓക്കെ, 24-ന് സെക്കൻഡ് ലാംഗ്വേജും. ഓക്കെ, അപ്പം ഒരു ദിവസം 2 എക്സാം എന്നുള്ളത് മാറ്റി. ഓക്കെ, അതൊന്നും മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 21-നുള്ള എക്സാം 23-ലേക്ക്, എക്കണോമിക്സ് 23-ലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ കുറച്ച് സമയം നമുക്ക് പഠിക്കാൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ല, സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ കറക്റ്റ് തന്നെ, അതിലൊന്നും വ്യത്യാസമൊന്നുമില്ല. എന്ത് തന്നെയാലും ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ കംപ്ലീറ്റ് പഠിച്ചു തീർക്കണമല്ലോ അല്ലേ. അപ്പൊ അടിപൊളിയായിട്ട് ഇത് പഠിക്കുക, സെറ്റ് ആക്കുക എന്നുള്ള സമയം നിങ്ങളുടെ മുന്നിലുണ്ട്. എഫേർട്ടൊക്കെ ഇടുക നന്നായിട്ട്. ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ ആണ്, അത് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകുക. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്, ബൈ.